നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. പാലക്കാട് ജില്ലയിൽ ദിവസങ്ങളായി പെയ്ത കനത്ത മഴയിൽ ആശങ്ക സൃഷ്ടിച്ചെങ്കിലും അനിഷ്ട സംഭവങ്ങളും ദുരിതങ്ങളും ഉണ്ടാവാതിരുന്നത് ആശ്വാസമായി. കൺട്രോൾ റൂം ആരംഭിച്ചും ക്വാറി പ്രവർത്തനം നിർത്തിവെച്ചും മലയോര പ്രദേശങ്ങളിലേക്കുള്ള വിനോദയാത്ര പൂർണ്ണമായി നിരോധിച്ചു. ജില്ലാ ഭരണകൂടത്തിന്റെ മുന്നൊരുക്കം. മഴ അല്പം മാറി നിന്നതോടെ വെള്ളക്കെട്ടുകൾക്കും ശമനം. കനത്ത മഴയിൽ നെല്ലറ വെള്ളത്തിൽ. ജില്ലയിലെ നെല്ലറയായ കോട്ടായി, മാത്തൂർ, പെരിങ്ങോട്ടുകുറിശി, കുത്തന്നൂർ മേഖലയിലെ നടിയിൽ കഴിഞ്ഞ നെൽപ്പാടങ്ങളാണ് വെള്ളത്തിനടിയിലായത്. ആശങ്ക ഒഴിയാതെ കർഷകർ. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കണമെന്ന് CITU ഷൊർണൂർ മുനിസിപ്പൽ കൺവെൻഷൻ. കർഷക തൊഴിലാളിയുടെ 2018 മുതലുള്ള അതിവർഷ ആനുകൂല്യങ്ങൾ കുടിശ്ശിക തീർത്ത് നൽകണമെന്ന് KSKTU ഓങ്ങല്ലൂർ വില്ലേജ് സമ്മേളനം. കേരള കോൺഗ്രസ് സംസ്ഥാനതല മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കം. ദേശീയപാത കേന്ദ്രീകരിച്ച് കവർച്ച നടത്തുന്ന സംഘത്തിലെ പ്രധാന പ്രതി കോടതിയിൽ കീഴടങ്ങി. മണ്ണൂർ പത്തിരിപ്പാല സ്വദേശി 31 വയസ്സുള്ള സലാമാണ് പാലക്കാട് കോടതിയിൽ കീഴടങ്ങിയത്. പ്രതിയെ ടൗൺ സൗത്ത് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തു. കുളപ്പള്ളി തൃപ്പുറ്റ ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും മാനയൂട്ടും ഭക്തിസാന്ദ്രം. മാങ്കുറിശി ഭഗവതി ക്ഷേത്രത്തിലും മഹാഗണപതി ഹോമവും മാനയൂട്ടും. ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തിയത് നിരവധി ഭക്തജനങ്ങൾ. വാർത്തകൾ വിശദമായി. പാലക്കാട് ജില്ലയിൽ ദിവസങ്ങളായി പെയ്ത കനത്ത മഴ ആശങ്ക സൃഷ്ടിച്ചുവെങ്കിലും അനിഷ്ട സംഭവങ്ങളും ദുരിതങ്ങളും ഉണ്ടാവാതിരുന്നത് ആശ്വാസമായി. കൺട്രോൾ റൂം ആരംഭിച്ചും ക്വാറി പ്രവർത്തനം നിർത്തിവെപ്പിച്ചും മലയോര പ്രദേശങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ പൂർണ്ണമായും നിരോധിച്ചും ജില്ലാ ഭരണകൂടം മുന്നൊരുക്കം നടത്തുകയായിരുന്നു. മഴ അല്പം മാറിയെന്നോടെ വെള്ളക്കെട്ടുകൾക്ക് ശമനമായി. സംസ്ഥാനത്ത് ഡാമുകൾ കൂടുതലുള്ള ജില്ലയാണ് പാലക്കാട്. ഡാമുകളെ കൂടാതെ നെല്ലിയാമ്പതി, അട്ടപ്പാടി തുടങ്ങിയ ദുർബല പ്രദേശങ്ങളും പാലക്കാടുണ്ട്. ജില്ലയിലെ 9 ഡാമുകളിലും നീരൊഴുക്ക് വർദ്ധിച്ചതോടെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. കനത്ത മഴ ലഭിച്ചതോടെ കാഞ്ഞിരപ്പുഴ, മംഗലം ഡാമുകൾ കഴിഞ്ഞ ദിവസം തന്നെ തുറന്നിരുന്നു. പാലക്കാടിന് പുറമെ തൃശൂർ ജില്ലയുടെ ചില ഭാഗങ്ങളിലേക്കും വെള്ളമെത്തിക്കുകയും ജില്ലയിലെ കാർഷികാവശ്യത്തിനും പാലക്കാട് നഗരസഭ, മരുത റോഡ്, പുതുപ്പരിയാരം, പുതുശ്ശേരി, മുണ്ടൂർ, കഞ്ചിക്കോട് തുടങ്ങിയ പ്രദേശങ്ങളിൽ കുടിവെള്ള വിതരണത്തിനും ഉപയോഗിക്കുന്ന മലമ്പുഴ ഡാമിൽ കാലത്തെ കണക്കുകൾ പ്രകാരം 107.27 മീറ്ററാണ് ജലനിരപ്പ്. കഴിഞ്ഞ വർഷം ഇതേ ദിവസം മലമ്പുഴയിലെ ജലനിരപ്പ് 112.32 മീറ്റർ ആയിരുന്നു. 115.06 മീറ്ററാണ് ഡാമിന്റെ പൂർണ്ണ സംഭരണശേഷി. 112.99 ജലനിരപ്പ് ഉയർന്നാൽ മാത്രമാണ് ഡാം തുറക്കാനാകുക. കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഡാമിൽ 1.7 മില്ലിമീറ്റർ മഴ ലഭിച്ചപ്പോൾ ഇന്നലെ അത് 78.8 മില്ലിമീറ്റർ ആയിരുന്നു. ജില്ലയിലെ മീങ്കര ഡാം നിലവിലെ വെള്ളം 151.31 മീറ്ററാണ്. വാളയാർ ഡാം നിലവിൽ 196.60 മീറ്ററായും പോത്തുണ്ടി ഡാമിലത് നിലവിൽ 99.21 മീറ്ററുമാണ് സംഭരണശേഷി. മൂലത്തറ ഗ്രേറ്റർ 112.99 മീറ്റർ. ശിരുവാണി ഡാം നിലവിൽ 871.0 മീറ്റർ. മംഗലം ഡാം നിലവിൽ 77.22 മീറ്റർ എന്നിങ്ങനെയാണ് അവസാന 24 മണിക്കൂറിലെ കണക്കനുസരിച്ച് പ്രതി സെക്കൻഡിൽ 14.495 ദശലക്ഷം ലിറ്റർ വെള്ളം ഡാമിലേക്ക് എത്തുമ്പോൾ 57.55 ദശലിറ്റർ വെള്ളമാണ് പുറത്തേക്ക് ഒഴുകുന്നത്. കാഞ്ഞിരപ്പുഴ ഡാം നിലവിൽ 95.96 മീറ്റർ നിലവിൽ തുറന്നിരുന്നു. പ്രതി സെക്കൻഡിൽ 59.113 ദശലക്ഷം ലിറ്റർ വെള്ളം ഡാമിലേക്ക് എത്തുമ്പോൾ 3.499 ദശലക്ഷം ലിറ്റർ വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കനത്ത മഴയിൽ നെല്ലറ വെള്ളത്തിൽ. ജില്ലയിലെ നെല്ലറയായ കോട്ടായി, മാത്തൂർ, പെരിങ്ങോട്ടുകുറിശി, കുത്തന്നൂർ മേഖലകളിൽ നടിയിൽ കഴിഞ്ഞ നെൽപ്പാടങ്ങളാണ് വെള്ളത്തിലായിരിക്കുന്നത്. കടുത്ത ആശങ്കയിലാണിപ്പോൾ കർഷകർ. തോടുകൾ കരകവിഞ്ഞ് നെൽപ്പാടങ്ങളിലേക്ക് വെള്ളമെത്തിയതാണ് കർഷകർക്ക് വിനയായത്. CITU ഷൊർണൂർ മുനിസിപ്പൽ കൺവെൻഷൻ ഞായറാഴ്ച നടന്നു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി K. ഭാസ്കരൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. CITU ഷൊർണൂർ മുനിസിപ്പൽ കൺവെൻഷൻ ഷൊർണൂർ കോഓപ്പറേറ്റീവ് ബാങ്ക് മോർണിംഗ് ഈവനിംഗ് ബ്രാഞ്ച് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി K. ഭാസ്കരൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. CITU ദേശീയ കൗൺസിൽ അംഗം P. സിന്ധു അധ്യക്ഷത വഹിച്ചു. സ്വാഗതം പറഞ്ഞ വേണുഗോപാലൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. മണികണ്ഠൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ND ദിൻഷാദ്, MK ജയപ്രകാശ്, M. സുശീല, P. സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ഒക്ടോബർ 12, 13, 14 തീയതികളായി പാലക്കാട്ടെ നടക്കാനിരിക്കുന്ന CITU ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
KSKTU ഓങ്ങല്ലൂർ വില്ലേജ് സമ്മേളനം ഞായറാഴ്ച ഓങ്ങല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു. KSKTU ജില്ലാ സെക്രട്ടറി വി ചെന്താമരാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. കർഷക തൊഴിലാളികളുടെ 2018 മുതൽക്കുള്ള അതിവർഷ ആനുകൂല്യങ്ങൾ കുടിശ്ശിക തീർത്ത് നൽകണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. ഓങ്ങല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളായ നീലി നഗറിലായിരുന്നു KSKTU ഓങ്ങല്ലൂർ വില്ലേജ് സമ്മേളനം സംഘടിപ്പിച്ചത്. KSKTU വില്ലേജ് പ്രസിഡന്റ് MV മിനികുമാരി പതാക ഉയർത്തിയതോടെ സമ്മേളന നടപടികൾ ആരംഭിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം KSKTU ജില്ലാ സെക്രട്ടറി വി ചെന്താമരാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. പണിയുണ്ടാവില്ല, വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അരി ഉണ്ടാവില്ല, മറ്റ് സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇന്നത്തെ തലമുറയിൽ ഒരു 30 വയസ്സ് വരെയുള്ള 35 വയസ്സ് വരെയുള്ള ആളുകളോട് പറഞ്ഞാൽ അവർക്കത് വിശ്വസിക്കാൻ പോലും കഴിയില്ല. എന്നാൽ ഒരു 60-70 വയസ്സിന് മുകളിലേക്കുള്ള ആളുകളോട് പറഞ്ഞാൽ അവർക്കത് കൃത്യമായിട്ട് അറിയാം. നല്ല ബുദ്ധിമുട്ടായിരുന്നു കേരളത്തിൻ്റെ നാട്ടുപുറങ്ങളിലെ പാവപ്പെട്ട മനുഷ്യർക്ക് കർക്കിടക മാസക്കാലത്ത്. അതുതന്നെ തൊഴിലെടുത്ത് ജീവിക്കുന്ന ആളുകൾക്ക് തൊഴിലുണ്ടാവില്ല, വരുമാനം ഉണ്ടാവില്ല, എങ്ങനെ ഭക്ഷണം കഴിക്കാൻ കഴിയും എന്നതിൻ്റെ വേവലാതി ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ മാറി. വില്ലേജ് പ്രസിഡന്റ് MV മിനികുമാരി അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ കരുണാകരൻ രക്തസാക്ഷി പ്രമേയവും മണികണ്ഠൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. വില്ലേജ് സെക്രട്ടറി M രവീന്ദ്രൻ, ചെല്ലുകുട്ടി, TV ഗിരീഷ് എന്നിവർ സംസാരിച്ചു. പുതിയ പ്രസിഡന്റായി മുഹമ്മദ് അലി, സെക്രട്ടറി M രവീന്ദ്രൻ, ട്രഷറർ കരുണാകരൻ തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. കർഷകരുടെ 2018 മുതൽക്കുള്ള ക്ഷേമനിധി അതിവർഷ ആനുകൂല്യങ്ങൾ കുടിശ്ശിക തീർത്ത് നൽകണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരള കോൺഗ്രസ് ജേക്കബ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സംസ്ഥാനതല മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കേരള കോൺഗ്രസ് ജേക്കബ് പാർട്ടി ലീഡറും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയുമായ അനൂപ് ജേക്കബ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. 2026-2031 കാലയളവിലേക്കുള്ള മെമ്പർഷിപ്പ് പ്രവർത്തനത്തിനാണ് ഇതോടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിൽ വാർഡ്, മണ്ഡലം, നിയോജകമണ്ഡലം, ജില്ലാ തെരഞ്ഞെടുപ്പുകൾ നടത്തി 2027 ഫെബ്രുവരിയിൽ പുതിയ സംസ്ഥാന കമ്മിറ്റി നിലവിൽ വരും. UDF ഗവൺമെന്റിന്റെ കഴിഞ്ഞ 2.5 മാസത്തെ പ്രവർത്തന മികവ് കേരളത്തിലെ സാധാരണക്കാർക്കിടയിൽ മതിപ്പുണ്ടാക്കിയ ഭരണമാണ് UDF ഗവൺമെന്റ് കാഴ്ചവെച്ചത്. കഴിഞ്ഞ 10 വർഷക്കാലം LDF സർക്കാർ നടത്തിയ അഴിമതികൾ പുറത്തുവരുന്നതിന്റെ ജാള്യത മറയ്ക്കാനും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുമാണ് LDF ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും യഥാർത്ഥ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ കഴിയാത്ത പ്രതിപക്ഷവും LDFും തെറ്റായ സന്ദേശം നൽകി പ്രവർത്തകരെ സമരത്തിലിറക്കുകയാണെന്നും അനൂപ് ജേക്കബ് പറഞ്ഞു. പരസ്പരം ഒത്തൊരുമയോടും സ്നേഹത്തോടും കൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. നമ്മളൊരു കുടുംബത്തിലെ അംഗങ്ങളാണെന്നൊരു ബോധ്യത്തിലേക്ക് പാർട്ടി പ്രവർത്തകർ വരണം. ആരെയും ആക്രമിക്കുവാനോ ഒറ്റപ്പെടുത്തുവാനോ മാറ്റി നിർത്തുക എന്നുള്ളതല്ല, എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ അവരെ സഹായിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. എല്ലാവരും പ്രശ്നങ്ങൾ ഉണ്ടാകും, അയാൾ ഒറ്റപ്പെടുത്തരുത്. പാർട്ടി പ്രവർത്തകർ എൻ്റെ പോലീസിനെ ഞാൻ പറഞ്ഞത്, ഇനി ഏത് പ്രശ്നമാണെന്ന് പറഞ്ഞാലും ഞാൻ ഏറ്റെടുക്കും, ചെയ്യേണ്ടത് ചെയ്യും. എന്നതിന് ശേഷം അവരോട് പറഞ്ഞ് മനസ്സിലാക്കിക്കോളും വേണ്ടത് ചെയ്യരുത്. പാർട്ടി സംസ്ഥാന വൈസ് ചെയർമാൻ PD ജോസഫ് അധ്യക്ഷത വഹിച്ചു. പാർട്ടി വർക്കിംഗ് ചെയർമാൻ MC സെബാസ്റ്റ്യൻ മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനം നടത്തി. പാർട്ടി സംസ്ഥാന നേതാക്കളായ KR ഗിരിജൻ, ചിരട്ടക്കോണം സുരേഷ്, PS ജെയിംസ്, സുനിൽ എടപ്പലക്കാട്, C ബീരൻകുട്ടി, BD ഉലഹന്നാൻ, EM മൈക്കിൾ, R രാജശേഖരൻ പിള്ള, PM എലിയാസ്, ആൻഡക്സ് ജോസഫ്, ബിജു, OJ ബൈജു ഐസക്, സാജൻ ജോസഫ്, വാസു കാരാട്, MA ഷാജി, KM ജയന്തി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദേശീയപാത കേന്ദ്രീകരിച്ച് കവർച്ച നടത്തുന്ന സംഘത്തിലെ പ്രധാന പ്രതി കോടതിയിൽ കീഴടങ്ങി. മണ്ണൂർ പത്രിപ്പാല സ്വദേശിയായ 31 വയസ്സുള്ള സലാമാണ് പാലക്കാട് കോടതിയിൽ കീഴടങ്ങിയിരിക്കുന്നത്. പ്രതിയെ ടൗൺ സൗത്ത് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തു വരികയാണ്. പ്രതിയെ ടൗൺ സൗത്ത് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തു. ഇയാളുടെ സംഘത്തിൽപ്പെട്ട 8 പേരെ പാലക്കാട് ടൗൺ സൗത്ത് പോലീസും ഹൈവേ പോലീസും ചേർന്ന് കഴിഞ്ഞ ജനുവരിയിൽ പിടികൂടിയിരുന്നു. സംഘാംഗങ്ങൾ അറസ്റ്റിലായതിനെ തുടർന്ന് അബ്ദുൾ സലാം ഒളിവിൽ പോവുകയായിരുന്നു. കഴിഞ്ഞ ജനുവരി 22 പുലർച്ചെ 3 മണിയോടെ പാലക്കാട് മെഡിക്കൽ കോളേജിന് സമീപം ഹൈവേ പോലീസും സൗത്ത് പോലീസും നടത്തിയ വാഹന പരിശോധനയിലാണ് 8 അംഗ സംഘം പിടിയിലായത്. സംശയാസ്പദമായി കണ്ട കാറുകൾ പരിശോധിച്ചപ്പോൾ നിരവധി വ്യാജ നമ്പർ പ്ലേറ്റുകൾ, മുഖംമൂടികൾ, ഗ്ലൗസുകൾ, വലിയ സ്പാനറുകൾ, ജാക്കി, ഇരുമ്പുവടികൾ, മറ്റു ആയുധങ്ങൾ എന്നിവ കണ്ടെത്തുകയായിരുന്നു. പാലക്കാട് മെഡിക്കൽ കോളേജിന് മുന്നിൽ നിന്ന് ആദ്യം 4 പേരെയും തുടർന്ന് ഇവരുടെ ഫോൺ സന്ദേശങ്ങൾ പരിശോധിച്ച് സമീപ പ്രദേശത്തു നിന്നും ബാക്കി 4 പേരെയും പിടികൂടുകയായിരുന്നു. ഇവർ സഞ്ചരിച്ചിരുന്ന 2 കാറുകളും കസ്റ്റഡിയിലെടുത്തിരുന്നു. അബ്ദുൾ സലാമിനെതിരെ കർണാടകയിൽ ഹൈവേ റോബറി, മീനാക്ഷിപുരം, കൊല്ലങ്കോട് എന്നീ സ്റ്റേഷനുകളിലും സൗത്ത് സ്റ്റേഷനിലും
ഉൾപ്പെടെ നിരവധി കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷം പ്രതിയെ തിരികെ കോടതിയിൽ ഹാജരാക്കി ജയിലിലേക്ക് അയച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുളപ്പള്ളി തൃപ്പുറ്റ ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും ഭക്തിസാന്ദ്രമായി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കല്ലൂർ ദേവദാസ് നമ്പൂരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് വിവിധ ചടങ്ങുകളിലായി പങ്കെടുത്തത്. വള്ളുവനാടിൻ്റെ പാരമ്പര്യവും സംസ്കാരവും ഗ്രാമീണതയും നിറഞ്ഞു നിൽക്കുന്ന കുളപ്പള്ളി തൃപ്പുറ്റ ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിൽ നടത്തിവന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും ഭക്തിസാന്ദ്രമായി. രാവിലെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കല്ലൂർ ദേവദാസ് നമ്പൂരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടുകൂടിയായിരുന്നു ചടങ്ങുകൾക്ക് തുടക്കം. തുടർന്ന് 8 മണിക്ക് ഗജപൂജയും ആനയൂട്ടും ആരംഭിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കല്ലൂർ ദേവദാസ് നമ്പൂരിപ്പാട് ആദ്യ ഉരുള നൽകി ആനയൂട്ട് കർമ്മം നിർവഹിച്ചു. തുടർന്ന് വഴിപാട് നടത്തിയ ഭക്തർക്കും ആനയൂട്ട് കർമ്മം നിർവഹിക്കാൻ അവസരമൊരുക്കിയിരുന്നു. ആനയൂട്ടിന്റെ ഭാഗമായി പഞ്ചവാദ്യവും അരങ്ങേറി. ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾ, ക്ഷേത്ര വികസന സമിതി അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ വിവിധ ചടങ്ങുകളിലായി പങ്കെടുത്തു. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി രാമായണ പാരായണവും ഔഷധകഞ്ഞി വിതരണവും നടത്തിയിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മാങ്കുർശി ഭഗവതി ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമവും ആനയൂട്ടും ഭക്തിസാന്ദ്രമായി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പനാവൂർ മനക്കൽ നാരായണ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാവിലെ ഗജപൂജ നടന്നു. തുടർന്ന് കർക്കിടക കഞ്ഞി വിതരണവും ഉണ്ടായിരുന്നു. നിരവധി ഭക്തർ വിവിധ ചടങ്ങുകളിലായി പങ്കെടുത്തു. ക്ഷേത്രം തന്ത്രി പനാവൂർ മനക്കൽ നാരായണ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമവും തുടർന്ന് 10 മണിക്ക് ആനയൂട്ടും നടന്നു. ആനയൂട്ടിൽ കോളക്കോടൻ ഗണപതി എന്ന ഗജവീരൻ പങ്കെടുത്തു. തുടർന്ന് ഭക്തജനങ്ങൾക്ക് പ്രസാദ കഞ്ഞിയും കർക്കിടക കഞ്ഞിയും എല്ലാവർക്കും ഉണ്ടായിരുന്നു. ധാരാളം ഭക്തജനങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുത്തു. വാഹനയാത്രയേറെ ദുരിതമായ കുളപ്പള്ളി മുതൽ പൊതുവാൾ ജംഗ്ഷൻ വരെയുള്ള പാതയിൽ കുഴികളിലെ ഓട്ടയടയ്ക്കുന്ന പ്രവൃത്തികൾ നടന്നുവരുന്നു. താൽക്കാലിക ആശ്വാസമായാണ് വലിയ കുഴികളിൽ മെറ്റലിംഗ് നടത്തി കുഴികൾ അടച്ചു വരുന്നത്. മഴ പെയ്തോടെ കുളപ്പള്ളി മുതൽ പല ഭാഗങ്ങളിലും വലിയ കുഴികൾ രൂപപ്പെട്ട് ദിവസങ്ങളോളമായി യാത്ര ദുരിതപൂർണമായിരുന്നു. ബൈക്ക് യാത്രക്കാരാണ് ഏറെയും ദുരിതമനുഭവിക്കുന്നത്. കുഴികൾ അടയ്ക്കുന്നതോടെ നടുപൊടിക്കുന്ന ദുരിതയാത്രയ്ക്ക് അല്പമെങ്കിലും പരിഹാരമാവുകയാണ്. ഷൊർണൂരിൽ CPMന്റെ നേതൃത്വത്തിൽ പാപ്പള്ളി പത്മനാഭൻ നായർ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന സെക്രട്ടറി ടി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. CPM ഷൊർണൂർ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പാപ്പള്ളി പത്മനാഭൻ നായർ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത്. ഷൊർണൂർ മൈൽവാനം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന യോഗം ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന സെക്രട്ടറി ടി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. എന്തിനാണ് രാഷ്ട്രീയ പ്രവർത്തനം? മറ്റ് പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായൊരു പാർട്ടിയാണ് നമ്മുടെ പാർട്ടി. വേറിട്ട പാർട്ടിയാണ്. വ്യത്യസ്തമായത് മാത്രമല്ല, വേറിട്ട പാർട്ടിയാണ്. എല്ലാ പാർട്ടികളുമായി വ്യത്യസ്തതയുള്ളവരാണ്. നമ്മൾ എല്ലാവരുമായി മത്സരിക്കുന്നവരുമാണ്. എല്ലാ പാർട്ടികളുമായി വ്യത്യസ്തതയുണ്ട്. എല്ലാ പാർട്ടികളുമായി നിരന്തരം സമരം ചെയ്യുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നവർ സത്യസന്ധമായി പറഞ്ഞാൽ ഭടന്മാരാണ്. അവർ അർപ്പിത മനോഭാവമുള്ള ഭടന്മാർ. അർപ്പിതം എന്ന് പറയുന്നത് അർപ്പിക്കലാണ്, ക്ഷാർച്ചന പോലെ. യോഗത്തിൽ LC സെക്രട്ടറി ND ദിൻഷാദ് അധ്യക്ഷത വഹിച്ചു. CPM ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ്, MK ജയപ്രകാശ്, P സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തനിമ സാംസ്കാരിക വേദി ഷൊർണൂരിന്റെ ആഭിമുഖ്യത്തിൽ S ജാനകി അനുസ്മരണവും ഗാനസന്ധ്യയും സംഘടിപ്പിച്ചു. തനിമ സാംസ്കാരിക വേദി അംഗം B സുധീർ കുമാർ S ജാനകി അനുസ്മരണ പ്രഭാഷണം നടത്തി. തനിമ സാംസ്കാരിക വേദി ഷൊർണൂരിന്റെ ആഭിമുഖ്യത്തിൽ വിട പറഞ്ഞ പ്രിയ ഗായിക S ജാനകി അനുസ്മരണവും ഗാനസന്ധ്യയും സംഘടിപ്പിച്ചു. ഷൊർണൂർ തനിമ ഹാളിൽ നടന്ന പരിപാടിയിൽ തനിമ അംഗം V സുധീർ കുമാർ S ജാനകി അനുസ്മരണ പ്രഭാഷണം നടത്തി. തനിമ സെക്രട്ടറി MC ശങ്കരൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ തനിമ പ്രസിഡന്റ് KM അനിൽകുമാർ, അബ്ദുൽ അസീസ് തുടങ്ങിയവർ സംസാരിച്ചു. തനിമ എക്സിക്യൂട്ടീവ് അംഗങ്ങളും തനിമ അംഗങ്ങളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. S ജാനകി ആലപിച്ച ഗാനങ്ങൾ കോർത്തിണക്കിയ ഗാനസന്ധ്യയിൽ വത്സല സുധാകരൻ, സുധാകരൻ മാസ്റ്റർ, മീന വിജയകുമാർ, രത്നകുമാരി, മോഹൻദാസ്, ഗ്രീഷ്മ, KG സുനീഷ്, ഇന്ദിരാദേവി എന്നിവർ ഗാനം ആലപിച്ചു.
കൊടിയൂരമ്പലത്തിൽ അഴകക്കാരനെ പോലെ താമര മാലയുമായി ചിഹ്നമെത്തുമ്പോൾ. ന്യൂസ് സെന്റർ ഷൊർണൂർ. BMS ശ്രീനാരായണ യൂണിറ്റിൻ്റെയും മലപ്പുറം ITS കണ്ണാശുപത്രിയുടെയും സംയുക്താഭിമുഖത്തിൽ വാരണാകുഷിയിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും സംഘടിപ്പിച്ചു. BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചോറൂട്ടൂർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. BMS സ്ഥാപക ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് BMS ശ്രീനാരായണ യൂണിറ്റിൻ്റെയും മലപ്പുറം ITS കണ്ണാശുപത്രിയുടെയും സംയുക്താഭിമുഖത്തിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും സംഘടിപ്പിച്ചത്. ഞായറാഴ്ച രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ശ്രീനാരായണ പരിസരത്ത് വച്ചായിരുന്നു ക്യാമ്പ്. BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചോറൂട്ടൂർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സംഘടന വളരെ വലുതായി ഈ രാജ്യത്ത് 34 വർഷത്തെ പ്രവർത്തനം മൂലം നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനമായിട്ട് മാറുകയും 2000 വർഷത്തോടുകൂടി രാജ്യത്ത് മാത്രമല്ല ഈ ലോകത്തിന് ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമായിട്ട് മാറുവാൻ ഭാരതീയ മസ്ദൂർ സംഘത്തിന് സാധിച്ചു. ഇപ്പോൾ സ്ഥാപന ദിന ഉത്സവ പരിപാടികൾ ജൂലൈ 1 മുതൽ ആരംഭിച്ചു. ഇനിയും നമ്മുടെ യൂണിറ്റുകൾ തീർന്നിട്ടില്ല. യൂണിറ്റ് കുടുംബ സംഗമങ്ങളാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. BMS ഓങ്ങല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി RC ബാബു അധ്യക്ഷത വഹിച്ചു. BMS പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് നിഷ ടീച്ചർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പട്ടാമ്പി ഗണ്ട് വ്യവസ്ഥാ പ്രമുഖ രതീഷ്, BMS പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഗിരീഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പരിശോധനയും ആരംഭിച്ചു. ITS കണ്ണാശുപത്രിയിലെ വിദഗ്ധരായവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ ഷൊർണൂർ. സകേതം ആയുർവേദ ഹോസ്പിറ്റൽ, ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്നിവയുമായി സഹകരിച്ച് BJP മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മണ്ണൂർ SNDP ഹാളിൽ നടന്ന ക്യാമ്പ് BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ഉദ്ഘാടനം ചെയ്തു. ആയുർവേദം നമ്മുടെ ശരീരത്തിൽ കൂടുതൽ, കാരണം വെയിലിന്റെ കാഠിന്യം കുറവുള്ള സമയമാണ്, നമ്മുടെ ശരീരത്തിൽ കൂടുതൽ എഫക്റ്റ് ആവുന്ന സമയമാണ്. ഇത്തരത്തിൽ നമ്മുടെ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത രീതിയിൽ BJP മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രാജേഷ് പൊതിയത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളായ ഷിജി പ്രസാദ്, അമിത പ്രദീപ്, ഡോക്ടർ ദിനേശ് P, ബാലകൃഷ്ണൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. N പുഷ്പരാജൻ സ്വാഗതവും കോങ്ങാട് മണ്ഡലം പ്രസിഡന്റ് ഗംഗ ഭഗത് നന്ദിയും പറഞ്ഞു. നൂറുകണക്കിന് ആളുകൾ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കണയം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണവും ലഹരി വിമുക്തി പ്രതിജ്ഞയും നടന്നു. ഓഗസ്റ്റ് 2 ഞായറാഴ്ച ബ്രഹ്മകുമാരി പവിത്ര ബഹൻ ഭക്തി പ്രഭാഷണം നടത്തി. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ആ ഒരു ദിവസം കൂടിയാണ് ലഹരി വിമുക്ത മഹാ ക്യാമ്പയിന്റെ ഒരു ഉദ്ഘാടനം കൂടിയാണ് നടക്കുന്നത്. ഈ ക്യാമ്പയിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ 10 കോടി ലഹരി വിമുക്ത പ്രതിജ്ഞകൾ ശേഖരിക്കുക. അപ്പം അത് നമുക്ക് പാലക്കാടും മലപ്പുറം കൂടി ഒരുമിച്ചിട്ടുള്ള ദിനാപനിച്ചിയുടെ കീഴിലാണ്. അപ്പോൾ പാലക്കാട് മലപ്പുറം കൂടി നമുക്ക് കിട്ടിയിരിക്കുന്ന 6 ലക്ഷമാണ്. 6 ലക്ഷം പ്രതിജ്ഞകൾ ശേഖരിക്കുക എന്നുള്ളതാണ്. ആ ഒരു ഉദ്യമത്തോടു കൂടി നമ്മൾ കുറേ ദിവസങ്ങളായി സ്കൂൾ കോളേജുകളിലൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. പല സ്കൂൾ കോളേജ് കുട്ടികളെ നമ്മൾ ഈ പ്രതിജ്ഞ ചെയ്യിപ്പിക്കാനായിട്ട് ഒരു അവസരം ചോദിക്കാൻ വേണ്ടി. അപ്പം അതേപോലെ പല സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്നുണ്ട്. എവിടെയൊക്കെ ആളുകൾ കൂടുന്നു. അപ്പം നമ്മളൊരു ഷോപ്പിലാണെങ്കിൽ ഒരു ഷോപ്പിൽ 100-150 പേര് ജോലി ചെയ്യുന്നെങ്കിൽ അവരെ കൊണ്ട് നമ്മൾ പ്രതിജ്ഞ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചിരുന്നു. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി എല്ലാ ഞായറാഴ്ചകളിലും വിശേഷാൽ പൂജകൾ, ഭക്തിപ്രഭാഷണങ്ങൾ, ലഘു ഭക്ഷണ വിതരണം എന്നിവയും സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ലഹരിമുക്തി പ്രതിജ്ഞ മഹാ ക്യാമ്പയിൻ ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയതല ഉദ്ഘാടനം നിർവഹിച്ച നശ മുക്ത് ഭാരത് അഭിയാൻ മിഷൻ സ്പന്ദൻ എന്നിവയുടെ ഭാഗമായുള്ള ലഹരി വിമുക്തി പ്രതിജ്ഞ മഹാ ക്യാമ്പയിന് ഓഗസ്റ്റ് 2 തുടക്കം കുറിച്ചു. വികസിത ഭാരതത്തിലേക്കുള്ള ശക്തമായ ചുവടുവയ്പിന്റെ ഭാഗമായി കണയം ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭക്തജനങ്ങളും ഈ പ്രതിജ്ഞ ക്യാമ്പയിനിൽ പങ്കെടുത്തു. ക്ഷേത്രം പ്രസിഡന്റ് പരമേശ്വരൻ മാസ്റ്റർ മറ്റു കമ്മിറ്റി അംഗങ്ങളും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് ജില്ലയിൽ ദിവസങ്ങളായി പെയ്ത കനത്ത മഴയിൽ ആശങ്ക സൃഷ്ടിച്ചെങ്കിലും അനിഷ്ട സംഭവങ്ങളും ദുരിതങ്ങളും ഉണ്ടാവാതിരുന്നത് ആശ്വാസമായി. കൺട്രോൾ റൂം ആരംഭിച്ചും ക്വാറി പ്രവർത്തനം നിർത്തിവെച്ചും മലയോര പ്രദേശങ്ങളിലേക്കുള്ള വിനോദയാത്ര പൂർണ്ണമായി നിരോധിച്ചു. ജില്ലാ ഭരണകൂടത്തിന്റെ മുന്നൊരുക്കം. മഴ അല്പം മാറി നിന്നതോടെ വെള്ളക്കെട്ടുകൾക്കും ശമനം.
കനത്ത മഴയിൽ നെല്ലറ വെള്ളത്തിൽ. ജില്ലയിലെ നെല്ലറയായ കോട്ടായി, മാത്തൂർ, പെരിങ്ങോട്ടുകുറിശി, കുത്തന്നൂർ മേഖലയിലെ നടിയിൽ കഴിഞ്ഞ നെൽപ്പാടങ്ങളാണ് വെള്ളത്തിനടിയിലായത്. ആശങ്ക ഒഴിയാതെ കർഷകർ. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കണമെന്ന് CITU ഷൊർണൂർ മുനിസിപ്പൽ കൺവെൻഷൻ. കർഷക തൊഴിലാളിയുടെ 2018 മുതലുള്ള അതിവർഷ ആനുകൂല്യങ്ങൾ കുടിശ്ശിക തീർത്ത് നൽകണമെന്ന് KSKTU ഓങ്ങല്ലൂർ വില്ലേജ് സമ്മേളനം. കേരള കോൺഗ്രസ് സംസ്ഥാനതല മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കം. ദേശീയപാത കേന്ദ്രീകരിച്ച് കവർച്ച നടത്തുന്ന സംഘത്തിലെ പ്രധാന പ്രതി കോടതിയിൽ കീഴടങ്ങി. മണ്ണൂർ പത്തിരിപ്പാല സ്വദേശി 31 വയസ്സുള്ള സലാമാണ് പാലക്കാട് കോടതിയിൽ കീഴടങ്ങിയത്. പ്രതിയെ ടൗൺ സൗത്ത് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തു. കുളപ്പള്ളി തൃപ്പുറ്റ ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും മാനയൂട്ടും ഭക്തിസാന്ദ്രം. മാങ്കുറിശി ഭഗവതി ക്ഷേത്രത്തിലും മഹാഗണപതി ഹോമവും മാനയൂട്ടും. ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തിയത് നിരവധി ഭക്തജനങ്ങൾ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത വാർത്തകൾ രാത്രി 9-ന്. നന്ദി, നമസ്കാരം.